ഹായ് ഓൾ. അലർജിക് റൈനൈറ്റിസിനെ കുറിച്ച് സാധാരണയായി കേൾക്കുന്ന ചില മിഥ്യകളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും ഇതാ. ആദ്യത്തേത്, അലർജിക് റൈനൈറ്റിസ് സാധാരണ ജലദോഷമാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ ജലദോഷം വൈറസ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ മാറും. എന്നാൽ അലർജിക് റൈനൈറ്റിസ് പൊടി, പൂമ്പൊടി, പൂപ്പൽ എന്നിവയോടുള്ള ശരീരത്തിൻ്റെ പ്രതികരണമാണ്, ഇൻഫെക്ഷൻ അല്ല. അടുത്തത്, തണുത്ത ഭക്ഷണങ്ങൾ അലർജിക് റൈനൈറ്റിസിന് കാരണമാകുന്നു. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ തണുത്ത ഭക്ഷണവും കാലാവസ്ഥയും നേരിട്ട് അലർജിക് റൈനൈറ്റിസിന് കാരണമാകുന്നില്ല. എന്നാൽ ഇവ രണ്ടും മൂക്കിലെയും തൊണ്ടയിലെയും നേർത്ത ചർമ്മത്തിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കി കഫത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതായി കാണാറുണ്ട്. അടുത്തത്, അലർജിക് റൈനൈറ്റിസ് പകരുന്ന രോഗമാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ അലർജിക് റൈനൈറ്റിസ് ഒരിക്കലും പകരുന്ന രോഗമല്ല. ഇത് രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ ഓവർ റിയാക്ഷനാണ്, പകർച്ചവ്യാധി അല്ല. അടുത്തത്, താമസസ്ഥലം മാറിയാൽ അലർജിക് റൈനൈറ്റിസ് മാറും. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ പുതിയ സ്ഥലത്തേക്ക് മാറിയാൽ താൽക്കാലികമായി ലക്ഷണങ്ങൾ കുറയാം. എന്നാൽ അവിടെയും അലർജി ട്രിഗേഴ്സ് ഉണ്ടെങ്കിൽ അസുഖം വരാൻ സാധ്യതയുണ്ട്. അടുത്തത്, അലർജി മരുന്നുകൾ അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ ഹോമിയോപ്പതി അലർജി മരുന്നുകൾ സുരക്ഷിതമാണ്. കൂടാതെ അവ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ രോഗലക്ഷണങ്ങൾ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിക്കും. താങ്ക് യു.